അജൈവ മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ ഈ ഓട്ടോകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 30 ഓട്ടോകളാണ് അധികൃതരുടെ അനാസ്ഥ കാരണം അനാഥമായി കിടക്കുന്നത്. അജൈവ മാലിന്യ സംസ്കരണത്തിന് വാങ്ങിയ 30 ഈ ഓട്ടോകളാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ജനുവരി 12-നാണ് ഈ ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ മാസം 3 കഴിഞ്ഞിട്ടും ടാഗോർ ഹാൾ വളപ്പിൽ നിന്നും അനങ്ങിയിട്ടില്ല. നിലവിൽ 30 ഈ ഓട്ടോകളാണ് വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ നമ്മൾ 75 ഓട്ടോകൾക്കാണ് കരാർ കൊടുത്തിട്ടുള്ളത്. കൗൺസിൽ അത് ഫണ്ട് പാസ്സാക്കിയിട്ടുള്ളത്. വെറുതെ കേന്ദ്രം നൽകിയ പണം ചെലവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പദ്ധതികൾ നടത്തുന്നത്. അവിടെയാണ് ഇതിൻ്റെ പരാജയം. ഇപ്പോൾ ഈ ഓട്ടോകൾ 75 വാങ്ങിയാൽ അത് ഓട്ടോന് 75 ഡ്രൈവർമാർ വേണമെന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ കേന്ദ്രത്തിൻ്റെ പദ്ധതി തുക ചെലവഴിച്ചു എന്ന് കണക്കിൽ കാട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ തുക ചെലവഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കെടുകാര്യസ്ഥത, കോഴിക്കോട് കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥതയാണിത് നമ്മൾ പൊതുജനത്തിന് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോർപ്പറേഷൻ 75 വാർഡുകളിലും ഈ ഓട്ടോകൾ വാങ്ങാൻ തീരുമാനിച്ചത്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായാണ് ഓട്ടോകൾ നിർമ്മിച്ചത്. ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ ബാറ്ററികൾ അടക്കം നശിക്കുകയാണ്. ഈ ഓട്ടോകൾ ഓടിക്കാൻ പരിശീലനം ലഭിച്ചവരെ കിട്ടാനില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട്. ലക്ഷങ്ങൾ പാഴാകുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ജനം, കോഴിക്കോട്.